എന്ന് പറയുന്നത് 3 ആയിരിക്കും. 5 - 2 3. അതായത് പാരിറ്റി ബിറ്റ്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ നമ്മൾ C = MB എന്നുള്ള റിലേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ് പാരിറ്റി ബിറ്റ്സ്. ഓൾറെഡി നമുക്ക് ക്വസ്റ്റിന്റെ അകത്ത് ആ കോഡ് വേർഡ് ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടു ചെക്ക് ഇസ് ദ കോഡ് ഈസ് ലീനിയർ ഓർ നോട്ട്. സോ ലീനിയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. കോഡ് വേർഡ് തന്നിരിക്കുന്ന ഈ കോഡ് വേർഡ് സെറ്റ് ലീനിയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. എന്താണ് ലീനിയർ ആയിരിക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എ ലീനിയർ ബ്ലോക്ക് കോഡ് a block code should be linear if we perform the modulo 2 addition among any two code word in the set, then the resultant code word also will be there in that code word set. അങ്ങനെയാണെങ്കിൽ ആ കോഡ് വേർഡ് സെറ്റ് ലീനിയർ ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 കോഡ് വേർഡും ആ 4 കോഡ് വേർഡിലും എല്ലാ കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് എന്താണ് അത് ഈ മോഡുലോ 2 അഡീഷൻ പെർഫോം ചെയ്ത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന കോഡ് വേർഡ് ഇതാണ്. കോഡ് വേർഡ് എന്ന് പറയുന്നത് ഒരെണ്ണം ഓൾ സീറോ കോഡ് വേർഡ് ആണ്. അപ്പം ഈ ഓൾ സീറോ കോഡ് വേർഡ് ഏതിന്റെ കൂടെ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സെക്കൻഡ് കോഡ് വേർഡ് ആയിരിക്കും. ഓൾ സീറോ കോഡ് വേർഡ് ഏത് കോഡ് വേർഡിന്റെ കൂടെ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ആ സെക്കൻഡ് കോഡ് വേർഡ് ആയിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ അത് അതിൽ തന്നെയുള്ള ഒരു കോഡ് വേർഡ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാം ഓൾ സീറോ കോഡ് വേർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുന്നത്. കാരണം XOR ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. ദെൻ ബാക്കി 3 കോഡ് വേർഡ് സെറ്റ് ഉണ്ട്. ആ 3 കോഡ് വേർഡും ഈ മോഡുലോ 2 അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് ഉള്ള 3 കോമ്പിനേഷൻസ് എല്ലാം എടുത്ത് ആഡ് ചെയ്ത് നോക്കി. സോ ഫസ്റ്റ് കോഡ് വേർഡും സെക്കൻഡ് കോഡ് വേർഡും 1100 1011 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0111 ആണ്. അതായത് ദാറ്റ് ഈസ് തേർഡ് കോഡ് വേർഡ്. അപ്പൊ അങ്ങനെ ഇതിനകത്തുള്ള ബാക്കി കോമ്പിനേഷൻ ഓൾ സീറോ കോഡ് വേർഡ് ഉള്ള അഡീഷൻ ചെയ്തിട്ടില്ല, അത് എന്തായാലും ആ കോഡ് വേർഡ് തന്നെ കിട്ടുള്ളൂ. അപ്പം ബാക്കി ഉള്ള പോസിബിൾ ആയിട്ടുള്ള 3 കേസസ് ആണ് വരുന്നത്. ആ 3 കേസസും ആഡ് ചെയ്ത് അഡീഷൻ മോഡുലോ 2 അഡീഷൻ പെർഫോം ചെയ്തു. സോ ആ മോഡുലോ 2 അഡീഷൻ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് കോഡ് വേർഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഈ 4 കോഡ് വേർഡിലുള്ള ഒരു കോഡ് വേർഡ് തന്നെയായിരിക്കും. സോ ദ ഗിവൺ കോഡ് വേർഡ് ഈസ് ലീനിയർ കോഡ് വേർഡ് സെറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ എല്ലാ കോമ്പിനേഷൻസും എടുത്ത് ആഡ് ചെയ്ത് നോക്കുക. ദെൻ സംടൈംസ് ലീനിയർ അല്ലാത്ത കോഡ് തരാം. അപ്പം എന്താണ് ആ സെറ്റിലല്ലാത്ത ഒരു കോഡ് വേർഡ് ആണ് കിട്ടുന്നതെങ്കിൽ ആ കോഡ് വേർഡ് സെറ്റ് ലീനിയർ ആയിരിക്കില്ല. ഓക്കെ, ഇപ്പൊ ഈ കേസിൽ നമ്മൾ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ എല്ലാ കോഡ് വേർഡും ഈ കോഡ് വേർഡ് സെറ്റിലുള്ള കോഡ് വേർഡ് തന്നെയാണ്. അപ്പം ദ കോഡ് വേർഡ് സെറ്റ് ഈസ് ലീനിയർ. ദെൻ റേറ്റ് ഓഫ് ദി കോഡ്. റേറ്റ് ഓഫ് ദി കോഡ് എന്ന് പറയുന്നത് എന്താണ്? R. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ R. ദാറ്റ് ഈസ് ഈക്വൽ ടു K/N. അതാണ് റേറ്റ് ഓഫ് ദി കോഡ് എന്ന് പറഞ്ഞിരുന്നു ഓൾറെഡി. സോ റേറ്റ് ഓഫ് ദ കോഡ് R = K/N. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5. 2/5 ആയിരിക്കും റേറ്റ് ഓഫ് ദി കോഡ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഡി മിനിമം കണ്ടുപിടിക്കാനാണ്. സോ കോഡ് വേർഡ് നമുക്ക് തന്നിട്ടുണ്ട്. കോഡ് വേർഡ് തന്നിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് വെയിറ്റ് എഴുതാം. സോ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു 3430. അപ്പം ഇതിനകത്ത് നോൺ സീറോ കോഡ് വേർഡിന്റെ മിനിമം ആയിട്ടുള്ള വെയിറ്റ്. അപ്പം ഇവിടെ മിനിമം വെയിറ്റ് 3 ആണ്. സോ ഡി മിനിമം വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കാനാണ്. ബാക്കി പോർഷൻസ് കുഴപ്പമുണ്ടാവില്ല, ഇതായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുള്ളൂ. സോ ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കോഡ് വേർഡ് സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 4 കോഡ് വേർഡ് തന്നിട്ടുണ്ട്. അത് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത്. സോ അതിനകത്തുനിന്ന് നമുക്ക് ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കണം. സോ ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പാരിറ്റി മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് എഴുതണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ജനറേറ്റർ മെട്രിക്സ് എഴുതാം. സോ നമ്മൾ ഈ ഒരു റിലേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, X = M × G. സോ ഇതാണ് ഒരു കോഡ് വേർഡ്. G എന്ന് പറയുന്നത് ജനറേറ്റർ മെട്രിക്സ് ആണ് കോഡ് വേർഡ് ജനറേറ്റ് ചെയ്യുന്നത്. സോ അതാണ് റിലേഷൻ എന്ന് പറയുന്നത്. X കോഡ് വേർഡ് എന്ന് പറയുന്നത് X = M × G ആണ്. അതായത് മെസ്സേജ് വെക്ടർ ഇൻറ്റു ജനറേറ്റർ മെട്രിക്സ് ആണ് നമ്മുടെ കോഡ് വേർഡ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കോഡ് വേർഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. X നമുക്കറിയാം, അതുപോലെ തന്നെ M നമുക്ക് അറിയാം.
ഡിഫറെന്റ് വാല്യൂസ് ഓഫ്, അതായത് എം എന്ന് പറയുന്നത് 2 ബിറ്റ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന 5,2 ലീനിയർ ബ്ലോക്ക് കോഡ് ആണ്. ദാറ്റ് മീൻസ് കെയുടെ വാല്യൂ 2 ആണ്. കെയുടെ വാല്യൂ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ബിറ്റ്സ് 2 ബിറ്റ് മെസ്സേജ് ആയിരിക്കും, അതായത് 00011011 ഇത് ഏതെങ്കിലും ആയിരിക്കും M1 M2 എന്ന് പറയുന്നത് മെസ്സേജ് ബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്കറിയാം. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ജനറേറ്റർ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം M ഇൻറ്റു ജി ആണ് എക്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു, സോ ജനറേറ്റർ മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഐ പി ആണ് ജനറേറ്റർ മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. സോ ഐ എന്ന് പറയുന്നത് കെ ക്രോസ് കെ മെട്രിക്സ് ആണ്. സോ 1001 ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. കെ ക്രോസ് കെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. കെ ഇവിടെ 2 ആണ്. ദാറ്റ് ഈസ് 2 ക്രോസ് 2 ഐഡന്റിറ്റി മെട്രിക്സ്. സോ 1001. ദെൻ ഐ പി ആണ്. ദെൻ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? പാരിറ്റി ബിറ്റ്സ് നമുക്ക് വരുന്നത് 3 പാരിറ്റി ബിറ്റ്സ് ആണ് വരുന്നത്. ടോട്ടൽ ലെങ്ത് 5 ആണ്, മെസ്സേജ് ബിറ്റ്സ് 2 ആണ്, അപ്പൊ പാരിറ്റി ബിറ്റ്സ് 3 ആണ്. സോ പാരിറ്റി മെട്രിക്സിന്റെ സൈസ് എന്ന് പറയുന്നത് 2 ക്രോസ് 3 ആയിരിക്കും. സോ എലമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ജനറൽ ഫോമിൽ P11, P12, P13, P21, P22, P23 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു എം ഇൻറ്റു ഈ ജനറേറ്റർ മെട്രിക്സിന്റെ ജനറൽ ഫോമിലേക്ക് എഴുതാം. ഇനി നമുക്ക് നമുക്ക് കോഡ് വേർഡ് സെറ്റിന്റെ അകത്ത് നിന്ന് നമുക്ക് എക്സ് 5 സെറ്റ് നമുക്കുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഇതെടുത്തിട്ട്, ഓൾ സീറോ എടുക്കരുത്, ഓൾ സീറോ എടുത്ത് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. സോ വേറെ ഏതെങ്കിലും ഒരു കോഡ് വേർഡ് എടുത്ത് കറസ്പോണ്ടിങ് മെസ്സേജ് ബിറ്റ്സും എടുത്ത് നമുക്ക് എഴുതി അതിന്റെ റിലേഷൻസ് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് കോഡ് വേർഡ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 11001 എടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അതിന്റെ കറസ്പോണ്ടിങ് മെസ്സേജ് ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 11 ആണ്. സോ 11 ഇൻറ്റു ഈ ജനറേറ്റർ മെട്രിക്സിന്റെ ജനറൽ ഫോം എഴുതുക. ഓക്കെ, സോ അത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് P11 ഈ പാരിറ്റി മെട്രിക്സിന്റെ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഈ കോഎഫിഷ്യൻസിന്റെ റിലേഷൻസ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതായിരിക്കും. നമുക്ക് കിട്ടുന്നത് P11 XOR P21 equal to 0, P12 XOR P22 equal to 0, P13 XOR P23 equal to 1. ഇത്രയായിരിക്കും നമുക്ക് ഫസ്റ്റ് ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോഡ് വേർഡ് എടുക്കുക. 10111 എന്നുള്ള കോഡ് വേർഡ് എടുക്കുക. അതിന്റെ കറസ്പോണ്ടിങ് മെസ്സേജ് ബിറ്റ്സ് 10 ആണ്. എഗെയിൻ ഇതുപോലെ തന്നെ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. സോ 10111 ഈക്വൽ ടു 10 ഇൻറ്റു ജനറേറ്റർ മെട്രിക്സിന്റെ ജനറൽ ഫോം. അഗെയിൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന്റെ റിലേഷൻസ് എഴുതുക. സോ ഇവിടെ നമുക്ക് P11 XOR 0 ഇൻറ്റു P21, അതായത് P11. സോ P11 ഈക്വൽ ടു 1 കിട്ടും, P12 ഈക്വൽ ടു 1 കിട്ടും, P13 ഈക്വൽ ടു 1 കിട്ടും. ഓക്കെ, സോ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കോഡ് വേർഡിന്റെ ഏതെങ്കിലും കോഡ്, ഓൾ സീറോ കോഡ് വേർഡ് എടുക്കരുത്. ബാക്കി ഏതെങ്കിലും കോഡ് വേർഡ് എടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് മെട്രിക്സ് എക്സ് ഈക്വൽ ടു എം ഇൻറ്റു ജി എന്നുള്ള ജിയുടെ ജനറൽ ഫോം എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ റിലേഷൻസ് എടുക്കുക. അപ്പൊ നമുക്ക് P11, P12, P13 കിട്ടിയിട്ടുണ്ട്. മൂന്നിന്റെയും വാല്യൂ 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട് കോഎഫിഷ്യൻസ്. സോ ഈ P11, P12, P13 എന്നുള്ള വാല്യൂസ് നമുക്ക് ഓൾറെഡി കിട്ടിയ ഫസ്റ്റ് റിലേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി 3 കോഎഫിഷ്യൻസ് P21, P22, P23 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 0 ഈക്വൽ ടു 1 XOR P21 കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ, ദാറ്റ് ഇംപ്ലൈസ് P21 ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. സോ 1 XOR 1 ആണ് 0 വരുന്നത്. സോ അതുപോലെ തന്നെ P22 1 കിട്ടും, P23യും 0 കിട്ടും. ഓക്കെ, അപ്പം അതിനകത്ത് നിന്ന് ജസ്റ്റ് ജിയുടെ ജനറൽ ഫോമിലേക്ക് P12, P22, P23 ഓരോന്നിനും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ജനറേറ്റർ മെട്രിക്സ് 10111 0111 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് കോഡ് വേർഡ് തന്നിട്ട് ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതൊരു സാധാരണ ചോദിക്കുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു മോഡലാണ്, ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ കോഡ് വേർഡ് തന്നിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോമിൽ ചെയ്യുക. ഇനിയിപ്പം ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു എം ഇൻറ്റു ജി എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് ഓൾറെഡി നമ്മൾ
കോഡ് വേർഡ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന C is equal to M into P എന്നുള്ള ഫോമിൽ എഴുതിയും വേണമെങ്കിൽ ചെയ്യാം. കാരണം ജിയുടെ അകത്ത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അത് അവിടെ നിർത്തിയാൽ മതി. അത് നമുക്ക് ലാസ്റ്റ് എഴുതാം. അപ്പം C is equal to M into P. അപ്പം C is equal to എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നമ്മൾ ഇവിടെ എക്സ് കംപ്ലീറ്റ് കോഡ് വേർഡ് എടുക്കുന്നതിന് പകരം ഇവിടെയുള്ള പാരിറ്റി ബിറ്റ്സ് മാത്രമായിട്ട് എടുക്കുക. അപ്പൊ അങ്ങനെയും ചെയ്യാം. P കണ്ടുപിടിക്കാം. P കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് നിന്ന് G എഴുതാം. അപ്പം കോഡ് വേർഡ്സ് തന്നിട്ട് പാരിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കാനും ചോദിക്കാം. ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് ഫോമിൽ വേണമെങ്കിലും ചെയ്യാം. C is equal to M into P എന്നുള്ള ഫോമിൽ എഴുതി ചെയ്യാം. അല്ലെങ്കിൽ X equal to M into G എന്നുള്ള ഫോം എഴുതി ചെയ്യാം. നമ്മൾ ലീനിയർ ബ്ലോക്ക് കോഡിന്റെ എൻകോഡിംഗ് സെഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ഡീകോഡിംഗ് ഓഫ് ലീനിയർ ബ്ലോക്ക് കോഡ്സ്. സോ ലീനിയർ ബ്ലോക്ക് കോഡിംഗിന്റെ ഡീകോഡിംഗ് സെഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിൻഡ്രോം ഡീകോഡിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് സിൻഡ്രോം ഡീകോഡിംഗ് ഫോർ ലീനിയർ ബ്ലോക്ക് കോഡ്. സോ ഇൻ സിൻഡ്രോം ഡീകോഡിംഗ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ആൻഡ് കറക്റ്റ് ദി എറേഴ്സ്. സോ ഈ സിൻഡ്രോം ഡീകോഡിംഗ് നമ്മൾ എറേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ detect and correct the single bit errors in the received code word. So syndrome decoding is used to detect and correct the single bit errors in the received code vector. So നമുക്ക് നോക്കാം എങ്ങനെയാണ് syndrome decoding ചെയ്യുന്നതെന്ന്. So let the transmitted code vector be X and the corresponding received code vector at the receiver be Y. സോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കോഡ് വെക്ടർ എക്സ്, റിസീവറിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന കോഡ് വെക്ടർ വൈ ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ എക്സ് ഈക്വൽ ടു വൈ മീൻസ് ദർ ഈസ് നോ ട്രാൻസ്മിഷൻ എറർ. സോ വൈ റിസീവ് ചെയ്യുന്ന വെക്ടർ ട്രാൻസ്മിറ്റ് ചെയ്ത വെക്ടർ തന്നെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഈസ് നോ എറർ ഇൻ ദി ട്രാൻസ്മിഷൻ. ദെൻ ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ ദെൻ ദർ ആർ എറേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദി ട്രാൻസ്മിഷൻ. ഓക്കെ, ദെൻ we have already seen the parity check matrix H. So the parity check matrix of a linear block n comma k linear block code has the property x into h transpose equal to 0. Zero vector ആയിരിക്കും. സോ നമ്മൾ ഇന്നലെ കണ്ടതാണ് പാരിറ്റി ചെക്ക് മെട്രിക്സ് പറഞ്ഞപ്പോൾ അതിന്റെ പ്രോപ്പർട്ടി ആണ് ട്രാൻസ്മിറ്റഡ് കോഡ് വേർഡ് ആണ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എച്ച് ട്രാൻസ്പോസ് ഓഫ് പാരിറ്റി ചെക്ക് മെട്രിക്സ്. സോ എക്സ് ഇൻറ്റു എച്ച് ട്രാൻസ്പോസ് ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ 0 വെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞു പാരിറ്റി ചെക്ക് മെട്രിക്സ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദി എറേഴ്സ്. എറേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ പാരിറ്റി ചെക്ക് മെട്രിക്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. So here this x belongs to the valid code vector at the transmitter side or the transmitter end. At the received end, the received code vector is y. Then if x equal to y, then we can write x into h transpose equal to എന്തായിരിക്കും y into h transpose. X equal to y ആണെന്നുണ്ടെങ്കിൽ we can write y into h transpose equal to 0. See, so errors ഒന്നും ഇല്ലാത്ത കേസിൽ x equal to y means there is no transmission errors. ട്രാൻസ്മിറ്റ് ചെയ്ത വെക്ടർ തന്നെ നമ്മൾ റിസീവ് ചെയ്യുന്നു. സോ ആ കേസിൽ നമുക്ക് എന്ത് എഴുതാം, y into h transpose equal to 0 എന്ന് പറയും. If y into h transpose is a non-zero vector, that means x not equal to y. X not equal to y ആവുന്ന കേസിൽ this vector y into h transpose എന്ന് പറയുന്ന വെക്ടർ a non-zero vector ആയിരിക്കും. So at that case there is some errors in the received vector. This non-zero vector or non-zero output y into h transpose is called syndrome. ഈ y into h transpose എന്ന് പറയുന്ന ടേം ആണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ സിൻഡ്രോമിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ that means there is no errors during the transmission. If this syndrome is a non-zero vector, then there will be some errors during the transmission. So this syndrome is used to detect errors in
the received vector y. So this syndrome is represented by S, and we can write S equal to y into H transpose. Y into H transpose എന്ന് പറയുന്ന term ആണ് syndrome എന്ന് പറയുന്നത്, that is represented by S. So S equal to y into H transpose. Then this syndrome value or the syndrome vector will depends on the error pattern. Error pattern depend ചെയ്തിട്ടായിരിക്കും ഈ syndrome vector ഉണ്ടായിരിക്കും. Okay. So we can say the received vector y equal to x plus e plus here modulo 2 addition or x XOR e. So x is the transmitted vector and e is the error vector. അപ്പം received vector എന്ന് പറയുന്നത് എന്തായിരിക്കും? transmitted vector plus received transmitted vector plus error vector ആയിരിക്കും received vector എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ സിഗ്നലിന്റെ കേസിലൊക്കെ പറയുന്ന പോലെ തന്നെ റിസീവ് ചെയ്യുന്ന സിഗ്നൽ y ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? x ഓഫ് ടി പ്ലസ് n ഓഫ് ടി നോയിസ് വെക്ടർ ആയിരിക്കും, അത് അല്ലെങ്കിൽ നോയിസ് സിഗ്നൽ ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത് കോഡ് വേർഡിന്റെ കേസിലും റിസീവ്ഡ് കോഡ് വേർഡ് y is equal to the transmitted code word x plus the error vector. നോയിസിന്റെ സ്ഥലത്ത് ഇവിടെ നമ്മൾ എറർ വെക്ടർ എന്ന് പറയും. സോ എറർ വെക്ടർ e. സോ നമ്മളിവിടെ മോഡുലോ 2 അഡീഷൻ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. സോ അപ്പൊ നമുക്ക് അതിനകത്ത് നിന്ന് എന്ത് എഴുതാം? x ഈക്വൽ ടു എന്ത് എഴുതാം? x equal to y minus e എന്ന് എഴുതാം. സോ മോഡുലോ 2 അഡീഷൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ ആ അഡീഷൻ എന്ന് മോഡുലോ 2 അഡീഷൻ ഓപ്പറേഷന്റെ കേസിൽ നമ്മളിവിടെ എന്താണ് മൈനസ് എടുത്താലും സെയിം ഇഫക്റ്റ് തന്നെയായിരിക്കും, മൈനസും പ്ലസും സെയിം ഇഫക്റ്റ് തന്നെയായിരിക്കും. അത് മോഡുലോ 2 അഡീഷനും മോഡുലോ 2 സബ്ട്രാക്ഷനും സെയിം തന്നെയായിരിക്കും. സോ വി ക്യാൻ റൈറ്റ് x equal to y XOR അല്ലെങ്കിൽ y plus e. Then the syndrome value s equal to y into H transpose. So we can write s equal to y ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? x plus e into H transpose. So bracket elaborate ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് s equal to x into H transpose plus e into H transpose എന്ന് കിട്ടും. So x into H transpose എന്ന് പറയുന്നത് എന്താണ്? That is equal to 0. That is the property of parity check matrix. H into H transpose എന്ന് പറയുന്നത് പാരിറ്റി ചെക്ക് മാട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. സോ x into H transpose എന്ന് പറയുന്ന ടേം 0 ആണ്. ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് പാരിറ്റി ചെക്ക് മാട്രിക്സ്. സോ ദാറ്റ് ടേം ഷുഡ് ബി ഈക്വൽ ടു 0. സോ s equal to what we will get? S equal to e into H transpose. So that means the syndrome value s depends on the error pattern only or the error only. അതാണ് നമ്മൾ പറഞ്ഞത് syndrome depends on the error pattern only. So s equal to e into H transpose. അപ്പം സിൻഡ്രോം വാല്യൂ എന്ന് പറയുന്നത് ഒരു കോഡ് വെക്ടർ ഡ്യൂറിംഗ് ട്രാൻസ്മിഷൻ ടൈമിൽ ഒരു കോഡ് വെക്ടറിൽ ആഡ് ആവുന്ന നോയിസ് അല്ലെങ്കിൽ ആ എറർ പാറ്റേണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സിൻഡ്രോം വെക്ടർ ഉണ്ടാവുന്നത്. Then we will see how we can detect and correct the errors using this syndrome vector. Okay, so ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. So let the transmitted code vector be x equal to 1001110. So this is the transmitted vector. For example, just x in value code transmitted vector is a 7-bit vector, that is 1001110. Let there be an error in the third bit of received code vector y. So in the received code vector, there is an error in the third bit. So that means third bit എന്ന് പറയുന്നത് received transmitted vectorന്റെ third bit എന്ന് പറയുന്നത് 0 ആണ്. സോ റിസീവ്ഡ് വെക്ടറിൽ തേർഡ് ബിറ്റിൽ എറർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ബൈനറി കോഡാണ് എടുക്കുന്നത്. സോ 0 എറർ മീൻസ് 0ക്ക് പകരം എന്തായിരിക്കും റിസീവ് ചെയ്തിരിക്കുക? 1 ആയിരിക്കും റിസീവ് ചെയ്തിരിക്കുക. സോ ദ റിസീവ്ഡ് കോഡ് വെക്ടർ y ഈക്വൽ ടു 1011110. Okay, അപ്പൊ തേർഡ് ബിറ്റിൽ എറർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദിസ് 0 ഈസ് റിസീവ്ഡ് ആസ് 1 at the receiver side. Then at the receiver, the syndrome decoder calculates the syndrome S of each received code vector using the relation S equal to y into H transpose. For a syndrome decoder, ഒരു വെക്ടർ ഒരു കോഡ് വെക്ടർ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സിൻഡ്രോം ഡീകോഡർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് that will calculate the syndrome vector. So S calculate ചെയ്യും.
സോ റിസീവ് ചെയ്ത കോഡ് വെക്ടർ y ആണെങ്കിൽ ഇറ്റ് വിൽ കാൽക്കുലേറ്റ് ദി സിൻഡ്രോം എസ് ഈക്വൽ ടു y ഇൻറ്റു എച്ച് ട്രാൻസ്പോസ് കാൽക്കുലേറ്റ് ചെയ്യും. സോ here s equal to y into h transpose, that is equal to 1 0, received vector is third bit is error, so 1 0 1 1 1 0 and h transpose. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു h ന്റെ വാല്യൂ ഇത് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, പാർട്ടി ചെക്ക് മെട്രിക്സ് വാല്യൂ എടുത്തിരിക്കുന്നതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട്. സോ h ട്രാൻസ്പോസിന്റെ വാല്യൂ 1 0 1 1 1 1 1 1 0 0 1 1 1 0 0 0 1 0 0 0 1. So the received vector is a 1 cross 7 vector and the H transpose is a 7 cross 3 vector. So what is the resultant vector? The resultant will be 1 cross 3 vector. So S എന്ന് പറയുന്നത് ഒരു 1 cross 3 vector ആയിരിക്കും. So ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് S ന്റെ വാല്യൂ, സിൻഡ്രോം വാല്യൂ S equal to 1 1 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുള്ളൂ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത വെക്ടർ ഇവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് ആക്ച്വലി അറിയണ്ടായിരുന്നു. നമ്മുടെ ആക്ച്വൽ കേസിലാണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത വെക്ടർ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ റിസീവ് ചെയ്യുന്ന വെക്ടർ വെച്ചിട്ടാണ് നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ എസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, സിൻഡ്രോം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഈ സിൻഡ്രോം വാല്യൂവിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഈ ആക്ച്വൽ എക്സ് എന്നുള്ള, അതായത് ട്രാൻസ്മിറ്റ് ചെയ്ത വെക്ടർ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് സിൻഡ്രോം നമുക്ക് കിട്ടി 1 1 0 എന്ന് നമുക്ക് കിട്ടി. ഇനി അത് എങ്ങനെയാണ് ആ എററിനെ ഡിറ്റക്ട് ചെയ്യുക? ഓക്കെ, സോ ഇവിടെ നമ്മുടെ എച്ച് ട്രാൻസ്പോസ് മെട്രിക്സ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. എച്ച് ട്രാൻസ്പോസ് മെട്രിക്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. സോ ഈ കിട്ടിയിരിക്കുന്ന സിൻഡ്രോം വാല്യൂ 1 1 0 എന്ന് പറയുന്ന വാല്യൂ, ആ വെക്ടർ ഈ എച്ച് ട്രാൻസ്പോസ് മെട്രിക്സിന്റെ ഏതെങ്കിലും ഒരു റോ ിലുള്ള വാല്യൂസ് ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ റോ ആയിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സിൻഡ്രോം വെക്ടർ എന്ന് പറയുന്നത്. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ നമ്മൾ സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വെക്ടർ ഈ എച്ച് ട്രാൻസ്പോസ് മെട്രിക്സിന്റെ ഒരു റോ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയത് 1 1 0 ആണ്. നോക്കുക ഏത് റോയാന്ന് നോക്കുക, തേർഡ് റോ ആണ്. എച്ച് ട്രാൻസ്പോസ് മെട്രിക്സിന്റെ തേർഡ് റോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സിൻഡ്രോം വെക്ടർ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 1 1 0. ഓക്കെ, അപ്പം എച്ച് ട്രാൻസ്പോസ് മെട്രിക്സിന്റെ ഏത് റോയാന്ന് ഐഡന്റിഫൈ ചെയ്യുക, കിട്ടിയിരിക്കുന്ന സിൻഡ്രോം വെക്ടർ. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ എറർ ഈസ് ഒക്കേർഡ് അറ്റ് ദി തേർഡ് ബിറ്റ് ഓഫ് ദി ട്രാൻസ്മിറ്റഡ് വെക്ടർ. ഓക്കെ, അപ്പം ഈ എച്ച് ട്രാൻസ്പോസ് മെട്രിക്സിന്റെ ഏത് റോയാന്ന് ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുക, നമുക്ക് കിട്ടിയിരിക്കുന്ന സിൻഡ്രോം വാല്യൂ. ദെൻ അത് ഏത് റോയാണോ ആ റോ, അതായത് ith റോ ആണെങ്കിൽ എന്തായിരിക്കും, ട്രാൻസ്മിറ്റഡ് വെക്ടറിന്റെ ith ബിറ്റിലായിരിക്കും എറർ ഒക്കർ ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു തേർഡ് ബിറ്റിലാണ് എറർ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് കറക്റ്റ് ആണ്, കാരണം തേർഡ് ബിറ്റിലാണ്, തേർഡ് റോ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് മീൻസ് തേർഡ് ബിറ്റിലാണ് എറർ ഒക്കർ ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ആ എററിനെ കറക്റ്റ് ചെയ്യുക? അപ്പം എറർ നമ്മൾ ഡിറ്റക്ട് ചെയ്തു, സിൻഡ്രോം യൂസ് ചെയ്ത് എറർ ഡിറ്റക്ട് ചെയ്തു. എവിടെയാണ് എറർ, ഏത് ബിറ്റിലാണ് എറർ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ സിൻഡ്രോം ഡീകോഡിംഗ് യൂസ് ചെയ്യുന്നത് സിംഗിൾ ബിറ്റ് എറേഴ്സിന്റെ ഡിറ്റക്ഷനും കറക്ഷനും വേണ്ടിയിട്ടാണ്. അപ്പൊ എറർ എവിടെയാണ് ഡിറ്റക്ട് ചെയ്തു നമ്മൾ. നെക്സ്റ്റ് നമ്മൾ ആ എററിനെ കറക്റ്റ് ചെയ്യണം. സോ നമ്മൾ എററിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ്, എക്സ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ട്രാൻസ്മിറ്റഡ് വെക്ടർ എക്സ് എന്ന് പറയുന്നത് റിസീവ്ഡ് വെക്ടർ വൈ പ്ലസ് ഇ ആണ്, എറർ പാറ്റേൺ ആണ്. ഓക്കെ, അപ്പം സിംഗിൾ ബിറ്റ് എററിന്റെ കേസിൽ എറർ പാറ്റേൺ എന്ന് പറയുന്നത് എറർ പാറ്റേൺ ഫിക്സഡ് ആണ്. സിംഗിൾ ബിറ്റ് എററിന്റെ കേസിൽ ഡിഫറെന്റ് എറർ പാറ്റേൺ, അതായത് ഏത് ബിറ്റിലാണ് എറർ ഒക്കർ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ പാറ്റേൺസ് ഫിക്സഡ് ആണ്. സോ വി വിൽ സീ ദാറ്റ്. സോ ദിസ് ഈസ് ദി എറർ പാറ്റേൺ ഫോർ എ 7-bit എറർ വെക്ടർ. 7-bit എറർ വെക്ടറിന്റെ പെർട്ടിക്കുലർ എറർ പാറ്റേൺ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ബിറ്റിലാണ് എറർ എങ്കിൽ കറസ്പോണ്ടിങ് എറർ വെക്ടർ എന്ന് പറയുന്നത് 1, then ബാക്കി എല്ലാ ബിറ്റ്സും 0. ദെൻ സെക്കൻഡ് ബിറ്റിലാണ് എറർ എങ്കിൽ കറസ്പോണ്ടിങ് എറർ പാറ്റേൺ എന്ന് പറയുന്നത് സെക്കൻഡ് ബിറ്റ് മാത്രം 1, ബാക്കിയെല്ലാം 0. തേർഡ് ബിറ്റിലാണ് എറർ എങ്കിൽ തേർഡ് ബിറ്റ് 1, ബാക്കിയെല്ലാം 0. അതാണ് കറസ്പോണ്ടിങ് എറർ വെക്ടർ എന്ന് പറയുന്നത്. സിംഗിൾ ബിറ്റ് എററിന്റെ കേസിലുള്ള എറർ വെക്ടേഴ്സ് ആണ്. 7-bit എറർ വെക്ടർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് 7-bit എറർ വെക്ടർ അല്ലെങ്കിൽ ഏത് 8-bit എറർ വെക്ടർ ഏതിന് കറസ്പോണ്ടിങ് ആണെങ്കിലും
അപ്പം ഫസ്റ്റ് ബിറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് മാത്രമായിരിക്കും 1, ബാക്കിയെല്ലാം 0 ആയിരിക്കും. സെക്കൻഡ് ബിറ്റിലാണെങ്കിൽ സെക്കൻഡ് ബിറ്റ് മാത്രം, എറർ വെക്ടറിന്റെ സെക്കൻഡ് ബിറ്റ് മാത്രം 1 ആയിരിക്കും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഇതാണ് എറർ വെക്ടറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് എറർ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടി തേർഡ് ബിറ്റിലാണ് എറർ ഒക്കർ ചെയ്തിരിക്കുന്നത് നമുക്ക് കിട്ടി. അപ്പം കറസ്പോണ്ടിങ് എറർ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 0 1 0 0 0 0. ഇതായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് എറർ വെക്ടർ ഇ എന്ന് പറയുന്നത്. So the syndrome decoder will correct this error by adding error vector e with the received vector y, that is x equal to y XOR e. That is, the syndrome decoder will select the error vector from a lookup table. So ഒരു syndrome decoderൽ ഈ പറയുന്ന ഡിഫറെന്റ് എറർ വെക്ടേഴ്സ് 7 ബിറ്റിന്റെ അല്ലെങ്കിൽ 8 ബിറ്റിന്റെ ഏത് ആണെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എറർ വെക്ടറിന്റെ ഒരു ലുക്കപ്പ് ടേബിൾ ഉണ്ട് ഈ സിൻഡ്രോം ഡീകോഡറിന്റെ അകത്ത്. അപ്പം സിൻഡ്രോം ഡീകോഡർ എറർ സിൻഡ്രോമിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ വെക്ടറിനെ ഈ ലുക്കപ്പ് ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യും. ദെൻ ദാറ്റ് എറർ വെക്ടർ വിൽ ആഡഡ് വിത്ത് ദി റിസീവ്ഡ് കോഡ് വെക്ടർ. സോ നമ്മുടെ റിസീവ്ഡ് വെക്ടർ എന്ന് പറയുന്നത് 1 0 1 1 1 1 0 ആയിരുന്നു. അതിന്റെ കൂടെ കറസ്പോണ്ടിങ് എറർ വെക്ടർ. സോ 0 0 1 0 0 0 0 ആഡ് ചെയ്തു. സോ വി വിൽ ഗെറ്റ് 1 0 0 1 1 1 0. So this is the transmitted vector or the corrected vector. So ഇതായിരിക്കും നമ്മുടെ എറർ കറക്റ്റ് ചെയ്തതിനു ശേഷമുള്ള വെക്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനലി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത വെക്ടർ എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്നത് ഈ വൈയുടെ കൂടെ എറർ വെക്ടർ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം സിൻഡ്രോം ഡീകോഡറിന്റെ അകത്ത് റിസീവ് ചെയ്യുന്ന വെക്ടർ, റിസീവ്ഡ് വെക്ടർ വൈ യൂസ് ചെയ്തിട്ട് എന്താണ് സിൻഡ്രോം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. y ഇൻറ്റു എച്ച് ട്രാൻസ്പോസ് എന്നുള്ള ഇക്വേഷൻ റിലേഷൻ യൂസ് ചെയ്ത് സിൻഡ്രോം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ സിൻഡ്രോം വാല്യൂ അല്ലെങ്കിൽ സിൻഡ്രോം വെക്ടർ എന്ന് പറയുന്നത് എച്ച് ട്രാൻസ്പോസ് മെട്രിക്സിന്റെ ഏത് റോ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ദെൻ ith റോ ആണെങ്കിൽ വി വിൽ സേ ith ബിറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ദി എറർ, അല്ലെങ്കിൽ ith ബിറ്റിലായിരിക്കും എറർ ഓക്കർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ith ബിറ്റിലാണ് എറർ ഓക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ സിൻഡ്രോം ഡീകോഡർ അതിലുള്ള ഡീകോഡർ സെഷനിലുള്ള ലുക്കപ്പ് ടേബിളിൽ നിന്ന് കറസ്പോണ്ടിങ് എറർ വെക്ടറിനെ സെലക്ട് ചെയ്യും. Then that error vector will added with the received vector y. Then we will get the corrected vector x. Okay. ഇതാണ് ഒരു സിൻഡ്രോം ഡീകോഡർ സർക്യൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിൻഡ്രോം ഡീകോഡറിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ y is the received vector. So received vector y എന്ന് പറയുന്നത് y n bit കോഡ് വേർഡ് ആണെങ്കിൽ റിസീവ്ഡ് വെക്ടറിന്റെ y1 y2 എക്സെട്ര yn. ഇതായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ബിറ്റ്സ് y1 y2 എക്സെട്ര yn. Then next ഈ received vector will calculate is given to the syndrome calculator, that is s into y s equal to y into h transpose. Here it is calculating the syndrome value. Then syndrome value corresponding to the syndrome value, the error pattern is selected from the lookup table. So lookup table in the error pattern select ചെയ്തു, that is given to here. So this is the error pattern, അല്ലെങ്കിൽ error vector e1 e2 etc en. Then this error vector is added with this received vector y. So error vector e is added with the received vector y. Modular 2 additions ആണ് നമ്മൾ ചെയ്യുന്നത്. So corresponding bit by bit addition നടത്തും. e1 y1 first ബിറ്റുകൾ ആഡ് ചെയ്യും, then second bits ആഡ് ചെയ്യും, correspondingly bit by bit additions ചെയ്യും. സോ അങ്ങനെ കിട്ടുന്നതായിരിക്കും നമ്മുടെ കറക്റ്റ് ചെയ്ത വെക്ടർ എക്സ് എന്ന് പറയുന്നത്. സോ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ഇ, ദാറ്റ് ഈസ് ദ കറക്റ്റഡ് കോഡ് വേർഡ്. ഓക്കെ, സോ ഇതാണ് ഒരു സിൻഡ്രോം ഡീകോഡറിന്റെ ജനറൽ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സിൻഡ്രോം ഡീകോഡർ എന്താന്ന് ക്ലിയർ ആയോ? എന്താണ് സിൻഡ്രോം ഡീകോഡർ, എങ്ങനെയാണ് എറർ ഡിറ്റക്ട് ചെയ്യുന്നത് എന്നുള്ളത്? ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Previous unit exam ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The parity matrix for a 7,4 linear block code is given below. Find generator and parity check matrices. Draw the encoder circuit. Sketch the syndrome calculation circuit.
and illustrate the decoding of the received vector corresponding to the message vector 1001 if it is received with 5th bit in error. Okay. അപ്പോൾ ഡീകോഡിംഗ് പ്രോസസ് ഇലിസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ബിറ്റിലാണ് തന്നിട്ടുണ്ട്, ബട്ട് വി ഹൗ ടു ഇലിസ്ട്രേറ്റ് ഹൗ ഇറ്റ് ഈസ് ഡീകോഡ് ദ ഒറിജിനൽ ട്രാൻസ്മിറ്റഡ് വെക്ടർ ഫ്രം ദി റിസീവ്ഡ് വെക്ടർ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. പാറ്റി മെട്രിക്സ് തന്നിട്ടുണ്ട്, 7-4 ബ്ലോക്ക് കോഡാണ്. ദെൻ അതിനകത്ത് നിന്ന് ജനറേറ്റർ മെട്രിക്സും പാറ്റി ചെക്ക് മെട്രിക്സും കണ്ടുപിടിക്കുക. സോ എങ്ങനെയാണ് ജനറേറ്റർ മെട്രിക്സും പാറ്റി ചെക്ക് മെട്രിക്സും കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ വേഗം എഴുതിക്കുക ജനറേറ്റർ മെട്രിക്സ് ആൻഡ് പാറ്റി ചെക്ക് മെട്രിക്സസ്. ഓൾറെഡി നമ്മൾ ചെയ്ത പോർഷൻ ചെയ്തതാണ്. പി തന്നിട്ടുണ്ട്. സോ ജി എന്ന് പറയുന്നത് ഐ പി ആണ്. ജി എന്ന് പറയുന്നത് ദെൻ പാറ്റി ചെക്ക് മെട്രിക്സ് എച്ച് എന്ന് പറയുന്നത് പി ട്രാൻസ്പോസ് ഐ ആണ്. രണ്ട് മെട്രിക്സസ് എഴുതുക. എഴുതിക്കേ. ജനറേറ്റർ മെട്രിക്സും പാറ്റി മെട്രിക്സ് എഴുതിയോ? പാറ്റി ചെക്ക് മെട്രിക്സും. സോ ജനറേറ്റർ മെട്രിക്സ് എന്ന് പറയുന്നത് ഐ പി എന്നുള്ള ഫോമിലായിരിക്കും. സോ ഐ 4x7 ബ്ലോക്ക് ആണ്. സോ കെ ക്രോസ് കെ മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും ഐ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഐ ആൻഡ് ദിസ് ഈസ് ഗിവൺ പാറ്റി മെട്രിക്സ്. ദാറ്റ് ഈസ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതായിരിക്കും ജനറേറ്റർ മെട്രിക്സ്. ദെൻ പാറ്റി ചെക്ക് മെട്രിക്സ് എന്ന് പറയുന്നത് പി ട്രാൻസ്പോസ്. പി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് 1011 1110 0111. ദെൻ ഐ എന്ന് പറയുന്നത് n-k ക്രോസ് n-k ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. സോ n-k എന്ന് പറഞ്ഞാൽ 3 ആണ്. 7-4 ആകുമ്പോൾ n-k 3 വരും. സോ 100010001. സോ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതായിരിക്കും പാറ്റി ചെക്ക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് കോഡ് വേർഡ്സ് കണ്ടുപിടിക്കണം. കോഡ് വേർഡ്സ് കണ്ടുപിടിച്ചാല് അതിനകത്ത് നിന്ന് എൻകോഡേഴ്സ് കോഡ് വേർഡ്സ് ഫുള്ള് കണ്ടുപിടിക്കണമെന്നില്ല, നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാം. കാരണം ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ എൻകോഡർ സർക്യൂട്ട് വരയ്ക്കുക, സിൻഡ്രോം കാൽക്കുലേഷൻ സർക്യൂട്ട് വരയ്ക്കുക, ഇല്ലുസ്ട്രേറ്റ് ദ ഡീകോഡിംഗ് ഓഫ് ദി റിസീവ്ഡ് വെക്ടർ കറസ്പോണ്ടിങ് ടു ദി മെസ്സേജ് 1001. അപ്പൊ നമുക്ക് ഫുൾ കോഡ് വെക്ടർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മെസ്സേജ് 1001 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വെക്ടർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഫുൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ജനറൽ ഇക്വേഷൻ നമുക്കറിയാം C = M × P ആണ് പാരിറ്റി ബിറ്റ്സ് കണ്ടുപിടിക്കാൻ. സോ C1 C2 C3 = M1 M2 M3 M4 4 ബിറ്റ് മെസ്സേജ് ആണ് ഇൻറ്റു P. സോ അതിനകത്ത് നിന്ന് C1 C2 C3യുടെ റിലേഷൻസ് കിട്ടും, പാരിറ്റി ബിറ്റ്സിന്റെ റിലേഷൻസ്. ഓക്കെ, സോ പാരിറ്റി ബിറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് ഫസ്റ്റ് എൻകോഡർ സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ എൻകോഡർ സർക്യൂട്ട് വരയ്ക്കാം. നമ്മൾ ഓൾറെഡി 3-4 പ്രോബ്ലം കണ്ടതാണ്. സോ അതിനകത്ത് നിന്ന് എൻകോഡർ സർക്യൂട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പൊ C1 C2 C3യുടെ റിലേഷൻ വെച്ചിട്ട് എൻകോഡർ സർക്യൂട്ട് വരയ്ക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് പോർഷനിൽ നമുക്ക് പറഞ്ഞ സിൻഡ്രോം സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ്? സിൻഡ്രോം S എന്ന് പറയുന്നത് S = Y × H ട്രാൻസ്പോസ് ആണ്.
സോ y ഇൻറ്റു എച്ച് ട്രാൻസ്പോസിനെ നമുക്ക് അതിന്റെ ജനറൽ ഫോമിൽ നമുക്ക് എഴുതി അതിനകത്ത് റിലേഷൻ കണ്ടുപിടിച്ച് വേണം സിൻഡ്രോം സർക്യൂട്ട് വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പം എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിൻഡ്രോം വെക്ടർ എന്ന് പറയുന്നത് 1 ക്രോസ് n മൈനസ് കെ വെക്ടർ ആയിരിക്കും അല്ലെ. സോ എസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് എസ് S1 S2 എക്സ്ട്രാ Sn മൈനസ് കെ. സോ y എന്ന് പറയുന്നത് റിസീവ്ഡ് വെക്ടർ ആണ്. സോ റിസീവ്ഡ് വെക്ടർ n ബിറ്റ് വെക്ടർ ആയിരിക്കും. ദാറ്റ് ഈസ് y1 y2 എക്സെട്ര yn. ഓക്കെ, ദെൻ അതുപോലെ അപ്പൊ അതിനകത്ത് നമുക്ക് S ഈക്വൽ ടു y ഇൻറ്റു എച്ച് ട്രാൻസ്പോസ് എന്നുള്ള റിലേഷൻ എഴുതാം. സോ S1 S2 എക്സെട്ര Sn മൈനസ് കെ ഈക്വൽ ടു y1 y2 എക്സെട്ര yn ഇൻറ്റു എച്ച് ട്രാൻസ്പോസ്. സോ പാരിറ്റി ചെക്ക് മെട്രിക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതിനകത്ത് നിന്ന് എച്ച് ട്രാൻസ്പോസ് എഴുതുക. സോ ഇതായിരിക്കും എച്ച് ട്രാൻസ്പോസ് കിട്ടുന്നത്. 7 ക്രോസ് 3 മെട്രിക്സ് ആയിരിക്കും എച്ച് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് 1 ക്രോസ് എന്നും ഇത് n ക്രോസ് n മൈനസ് കെയും ആയിരിക്കും. സോ നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് 1 ക്രോസ് n മൈനസ് കെ വെക്ടർ കിട്ടും. അതാണ് സിൻഡ്രോം വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ n മൈനസ് കെ ബിറ്റ്സ് ആയിരിക്കും സിൻഡ്രോം വെക്ടറിൽ ഉണ്ടാവുക. അപ്പം ജനറൽ ഫോം നമ്മൾ എഴുതി. എച്ച് ട്രാൻസ്പോസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അതിനകത്ത് നിന്ന് നമുക്ക് S1 S2 S3യുടെ എക്സ്പ്രഷൻ എഴുതാം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനകത്ത് നിന്ന് S1 S2 S3യുടെ എക്സ്പ്രഷൻസ് എഴുതുക. സോ S1 എന്ന് പറയുന്നത് എന്തായിരിക്കും? y1 XOR y3 XOR y4 XOR y5. y2 0 ആണ് വരുന്നത്. ദെൻ S2 എന്ന് പറയുന്നത് y1 XOR y2 XOR y3 XOR 4 5 0 വരും. ദെൻ y6. ഓക്കെ, ദെൻ S3 എന്ന് പറയുന്നത് y1 0 ആണ്. y2 XOR y3 XOR y4 XOR y7. ഓക്കെ, ഇതായിരിക്കും S1 S2 S3 സിൻഡ്രോം ബിറ്റ്സിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സിൻഡ്രോം സർക്യൂട്ട് വരയ്ക്കാം. നമ്മൾ എൻകോഡർ സർക്യൂട്ട് വരച്ചതുപോലെ തന്നെ വി ക്യാൻ ഡ്രോ ദി സിൻഡ്രോം കാൽക്കുലേഷൻ സർക്യൂട്ട്. സോ ഹിയർ ഇറ്റ് ഈസ് റിസീവ്ഡ് വെക്ടർ, ദാറ്റ് ഈസ് y1 y2 extra y7, that is a received vector. Then the syndrome bits S1 S2 and S3. So our relations use ചെയ്തിട്ട് corresponding ആയിട്ട് S1 S2 S3. സോ ഒരു XOR ഗേറ്റ് അല്ലെങ്കിൽ മോഡുലോ 2 അഡീഷൻ ഓപ്പറേഷൻ ഇവിടെ ചെയ്യുന്നു. സോ y1 S1 എന്ന് പറഞ്ഞാൽ y1 XOR y3 XOR y4 XOR y5. അപ്പൊ ആ റിലേഷൻസ് ഇവിടെ കിട്ടിയിരിക്കുന്ന S1 S2 S3യുടെ റിലേഷൻസ് നോക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ബിറ്റ്സ് S1 S2 S3 അല്ലെങ്കിൽ ഓരോ സിൻഡ്രോമിന്റെ ഓരോ ബിറ്റ്സും ഏതാന്നുള്ളത് ഡ്രോ ചെയ്യാം. ഓക്കെ, ഇതായിരിക്കും സിൻഡ്രോം കാൽക്കുലേഷൻ സർക്യൂട്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡീകോഡിംഗ് ഇലുസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 1001 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. നമുക്ക് കോഡ് വെക്ടർ കണ്ടുപിടിക്കണം. കോഡ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മുഴുവൻ കോഡ് വേർഡും എഴുതേണ്ട ആവശ്യമില്ല. ആ ഒരു മെസ്സേജ് വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്കറിയാം ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു m ഇൻറ്റു ജി ആണ്. കോഡ് വേർഡ് x ഈക്വൽ ടു m ഇൻറ്റു ജി ആണ്. സോ m എന്ന് പറഞ്ഞേക്കുന്നത് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് 1001 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ m ഈസ് 1001 ഇൻറ്റു ജി. ജി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. അതായത് 1001 എന്നുള്ള മെസ്സേജ് വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വെക്ടർ കിട്ടും. സോ എക്സ് 1001 ഇതായിരിക്കും നമ്മുടെ വെക്ടർ എന്ന് പറയുന്നത്. ദെൻ 5th ബിറ്റിലാണ് എറർ ഒക്കർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 5th ബിറ്റിലാണ് എറർ ഒക്കർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 0 ആണ് 5th ബിറ്റിൽ വരുന്നത്. സോ 0 ഈസ് റിസീവ്ഡ് ആസ് 1. സോ ദി റിസീവ്ഡ് വെക്ടർ y ഈക്വൽ ടു 1001 1. 5th ബിറ്റ് 1 ആയിട്ട് മാറും. 1 1 1. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യുക. സോ S ഈക്വൽ ടു y ഇൻറ്റു എച്ച് ട്രാൻസ്പോസ് കാൽക്കുലേറ്റ് ചെയ്തു. സോ y ഇൻറ്റു എച്ച് ട്രാൻസ്പോസ് കാൽക്കുലേറ്റ് ചെയ്തു. സിൻഡ്രോമിന്റെ വാല്യൂ 100 എന്ന് കിട്ടി. സോ 100 ഏത് റോയാന്ന് ലൊക്കേറ്റ് ചെയ്യുക. സോ നമ്മുടെ ഇതാണ് എച്ച് ട്രാൻസ്പോസ് മെട്രിക്സ്. അതിന്റെ 5th റോ ആയിട്ട് നമുക്ക് കിട്ടി. സോ ദാറ്റ് മീൻസ് 5th ബിറ്റിലാണ് എറർ എന്ന് കിട്ടി. So we can eliminate that error by adding the error vector. So corresponding error vector lookup table in the select ചെയ്യും.
സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5th ബിറ്റ് മാത്രം 1, ബാക്കിയെല്ലാം 0. സോ റിസീവ്ഡ് വെക്ടറിന്റെ കൂടെ വൈയുടെ കൂടെ ആ എറർ വെക്ടർ ആഡ് ചെയ്യുക. സോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നതായിരിക്കും റിസീവ്ഡ് വെക്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സോറി, എറർ കറക്റ്റ് ചെയ്ത വെക്ടർ, അതായത് ട്രാൻസ്മിറ്റഡ് വെക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഇതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, ഈ മോഡലിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. സിൻഡ്രോം എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ, അല്ലെങ്കിൽ സിൻഡ്രോം ഡീകോഡർ ഓഫ് ലീനിയർ ബ്ലോക്ക് കോഡ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.